പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ആറന്മുള പോലീസിനെതിരെ വിദ്യാർത്ഥിനി ഹൈക്കോടതിയിലേക്ക്. എസ്എഫ്ഐ നേതാവിന്റെ കയ്യേറ്റത്തിനെതിരെ പരാതി നൽകിയപ്പോൾ കേസെടുത്ത പോലീസ് നടപടിക്കെതിരെയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകാൻ ഒരുങ്ങുന്നത്. എസ്എഫ്ഐ പ്രവർത്തകരുടെ മർദ്ദനമേറ്റെന്ന് പരാതി നൽകിയ പത്തനംതിട്ട മൗണ്ട് സിയോൺ കോളേജിലെ നിയമ വിദ്യാർത്ഥിനിയാണ് പോലീസിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. കേസന്വേഷണത്തിൽ പോലീസ് ബോധപൂർവം വീഴ്ച വരുത്തി മർദ്ദിച്ചവർക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തിയാണ് ആറന്മുള പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് പെൺകുട്ടി കോടതിയെ സമീപിക്കുക. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്നാണ് വിദ്യാർത്ഥിനിയുടെ ആവശ്യം. എഫ്ഐആറിന്റെ പകർപ്പ് വാങ്ങാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ സിഐ മോശമായി പെരുമാറിയെന്നും പരാതിക്കാരി ആരോപിക്കുന്നു. പ്രിൻസിപ്പലിനെതിരെ കോളേജിൽ അടുത്തിടെ നടന്ന സമരത്തിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒന്നിച്ചായിരുന്നു. പിന്നീട് എസ്എഫ്ഐ നേതാക്കൾ അറ്റൻഡൻസ് പ്രശ്നം മറികടന്ന് പരീക്ഷ എഴുതി. എന്നാൽ സമരത്തിലൊപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥിനിക്ക് പരീക്ഷ എഴുതാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഇതാണ് തർക്കത്തിനിടയാക്കിയത്. പെൺകുട്ടിയുടെ മൂക്കിടിച്ച് തകർക്കുകയും ദേഹത്ത് പിടിച്ച് അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായാണ് പരാതി. പെൺകുട്ടിയുടെ മൂക്കിന് സാരമായി പരിക്കേറ്റിരുന്നു. കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ CPM പെരിനാട് ഏരിയ കമ്മിറ്റി അംഗവും DYFI ബ്ലോക്ക് സെക്രട്ടറിയും 4ാം വർഷ വിദ്യാർത്ഥിയുമായ SFI നേതാവിനെതിരെ കേസെടുക്കാൻ ആദ്യം പോലീസ് തയ്യാറായിരുന്നില്ല. KSU നടത്തിയ പ്രതിഷേധത്തെ തുടർന്നാണ് ആറന്മുള പോലീസ് കേസെടുത്തത്. ഇതിന് പിന്നാലെയാണ് മർദ്ദനത്തിനിരയായ 3ാം വർഷ വിദ്യാർത്ഥിനിക്കെതിരെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചെന്ന് പറഞ്ഞ് പോലീസ് കേസെടുത്തത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.